ക്ഷേത്രം തന്ത്രി, ദേവസ്വം ബോർഡിൻ്റെ ആദരണീയനായ മെമ്പർ ശ്രീ കെ രാജു അവർകളെ, ക്ഷേത്ര നവീകരണ പദ്ധതിയുടെ ഉപദേഷ്ടാവ് ശ്രീ ബെന്നി കുര്യാക്കോസ്, നഗരസഭ ചെയർമാൻ ശ്രീ റെജി ജോൺ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, ക്ഷേത്ര ഉപദേശക സമിതിയുടെ അംഗങ്ങളെ, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, നാട്ടുകാരെ, ഏറെ ആഹ്ലാദകരമായിട്ടുള്ള, വളരെ ധന്യത അനുഭവിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഒന്ന്, ഈ ത്രിസന്ധിക്ക് നിറഞ്ഞ സദസ്സ്, ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയുടെ സമാരംഭം കുറിക്കുകയാണ്. ഇതിന് ഇടയാക്കിയ ഈ നാട്ടുകാരുടെ ഉപദേശക സമിതിയുടെയൊക്കെ അവരുടെ ഒരു ആത്മവിശ്വാസത്തിനും അവരുടെ ഇച്ഛാശക്തിക്കും കർമ്മശേഷിക്കും അതിൻ്റെ മുമ്പിൽ ഞാൻ നമസ്കരിക്കുകയാണ്. ഇത് സാധ്യമാക്കിയ ഗവൺമെൻറ്റിനും നമ്മൾ വളരെ കൃതജ്ഞതയോടുകൂടി ഗവൺമെൻറ്റിനെയും ഓർക്കാതിരിക്കാൻ സാധ്യമല്ല. ഗവൺമെൻറ്റിൻ്റെ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ വിഭവത്തിന് വേണ്ടി പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അനേകം പദ്ധതികൾ മത്സരിക്കുമ്പോൾ കൂത്താട്ടുകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി 5 കോടി രൂപ മുൻപത്തെ ബജറ്റിൽ മാറ്റിവയ്ക്കുകയും അത് കൃത്യമായി ഭരണാനുമതി നൽകി ടൂറിസം വകുപ്പിനെ ഏൽപ്പിച്ച് ടൂറിസം വകുപ്പ് 2025 മാർച്ച് മാസത്തിൽ തന്നെ അത് ടെൻഡർ ചെയ്ത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സുകാരെ ഏൽപ്പിച്ച് ഈ പ്രവൃത്തി ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ, സർക്കാർ തലത്തിൽ നടത്തേണ്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വ്യവഹാരങ്ങളുണ്ട്, കോടതി കേസുണ്ട്, തർക്കങ്ങളുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഉണ്ടായിട്ടും ഈ കാര്യം ഇവിടം വരെ എത്തിക്കാൻ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങളുടെ ഇച്ഛാശക്തിയും ഗവൺമെൻറ്റിൻ്റെ അനുഗ്രഹവുമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏറെ പ്രധാനം ഭഗവാന്റെ ഇച്ഛയാണതാണ്. ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ചൈതന്യത്തിൻ്റെ ഇച്ഛയാണ് ഇത് നിങ്ങൾ പരിരക്ഷിക്കുക എന്നുള്ളത്. എത്രയോ പുരാതനമായിട്ടുള്ള ഈ ക്ഷേത്രം നമ്മുടെ അവഗണന കൊണ്ട് നശിച്ചു പോകുമായിരുന്നെങ്കിൽ അത് എന്തൊരു വലിയ അപമാനമായിരിക്കും, അല്ലെങ്കിൽ എന്തൊരു പാതകമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രവൃത്തി ഇത്തരത്തിൽ രൂപകൽപ്പന ചെയ്ത് ഇവിടെ വരെ എത്തിച്ച എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കും ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയാണ്. ദീർഘമായി ജനപ്രഭാഷണം നടത്തുന്നില്ല. 2 കാര്യങ്ങളെ പറയാനുള്ളൂ. ഒന്ന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും ആരും അറിയാറില്ല എന്നുള്ളതാണ് ഏറ്റവും ഞങ്ങളുടെ ഒരു ജാതകദോഷം. 1200 ക്ഷേത്രമുണ്ട്, 1250-ലേറെ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലൊക്കെ പ്രശ്നങ്ങളുമുണ്ട്, പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നുമുണ്ട്. പരിഹരിക്കുന്ന പ്രശ്നങ്ങളൊന്നും വാർത്തയല്ല എന്നുള്ളത് കൊണ്ട് പരിഹരിക്കപ്പെടാത്തവയാണ് വാർത്ത. അപ്പോൾ നാട്ടുകാരൊക്കെ വിചാരിക്കും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇത്രയും വാർത്തകളുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളും ഉണ്ടല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാൽ പരിഹാരങ്ങൾ വാർത്തയാകുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ധരിക്കേണ്ട. മാത്രവുമല്ല, ഈ ബോർഡ്, ബഹുമാനപ്പെട്ട എന്നോടൊപ്പമുള്ള മെമ്പർ ശ്രീ അഡ്വക്കേറ്റ് രാജു ഇവിടെയുണ്ട്. ഞങ്ങളുടെ ബോർഡ് ഈ അധികാരമേൽക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിൽ ജാതകവശാൽ രാഹു, കേതു, ഗുളിയൻ എല്ലാവരുടെ അപഹാരം അങ്ങനെ വരിയായി നിൽക്കുന്നൊരു സമയത്താണ് ഞങ്ങൾ ചാർജ് എടുക്കുന്നത്. കുഴപ്പമില്ല, ഇതിൽ കൂടുതലൊന്നും വരാനില്ലല്ലോ. ഈ പാപഗ്രഹങ്ങളെല്ലാം ഒരുമിച്ച് വന്ന് ഒരിക്കലല്ലേ വരുള്ളൂ. ഇനി 10-14 വർഷം കഴിയണം അതൊക്കെ ഒരുമിച്ച് വരാൻ. അങ്ങനെ ഒരു സമയത്താണ് ഞങ്ങൾ ചാർജ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി മുമ്പോട്ട് ഇനി കൂടുതൽ ഇരുളാനില്ല, ഇനി പ്രകാശത്തിലേക്കുള്ള യാത്രയാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഇച്ഛാശക്തിയോടുകൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ പരിപാലിക്കുന്നതിലും ഭക്തജനങ്ങളുടെ വിശ്വാസം പരിപാലിക്കുന്നതിലും എന്തൊക്കെ ക്രിയാത്മകമായി ചെയ്യാൻ സാധിക്കുമെന്ന് അക്കമിട്ട് എടുത്തുകൊണ്ട് കൃത്യമായ ഒരു ബജറ്റ്
തയ്യാറാക്കിക്കൊണ്ട് അത് കൃത്യമായി പിന്നെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് നടത്താനും ക്ഷേത്രവിശ്വാസികളുടെ പരാതികൾ പരമാവധി ഇല്ലാതാക്കാമെന്ന് ഞാൻ പറയുന്നില്ല, ലഘൂകരിക്കാനും പരമാവധി ഇല്ലാതാക്കാനും ശ്രമിക്കുകയാണ് ഞങ്ങളുടെ ദൗത്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ബോർഡ് പ്രവർത്തിക്കുന്നത്. കാര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതല്ല മറ്റൊരു താല്പര്യവും ഈ ബോർഡിനില്ല. ക്ഷേത്രങ്ങൾ നന്നാക്കണം, വിശ്വാസികളുടെ വികാരങ്ങൾ വ്രണപ്പെടരുത്, അതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള, അനേക വർഷങ്ങളുടെ പഴക്കമുള്ള ഇതുപോലുള്ള മഹാക്ഷേത്രങ്ങൾ നമ്മുടെ അവഗണന കൊണ്ട് ജീർണിച്ചു പോകുന്നത് തടയുക എന്നുള്ളത് വളരെ പ്രധാനം. കാരണം ശ്രീ അനൂപ് ജേക്കബ് പറഞ്ഞതുപോലെ ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ മാത്രമല്ല, ഇത് നമ്മുടെ ചരിത്രത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, പാരമ്പര്യത്തിൻ്റെ, ആത്മീയതയുടെ ഒക്കെ പിന്നെ വലിയ വലിയ സ്മാരകങ്ങൾ കൂടിയാണ് ഈ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ ഒരു ജനത എന്നുള്ള നിലയ്ക്ക് നമ്മൾ വളർന്നു വന്ന ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ക്ഷേത്രങ്ങൾ. ഒരു പ്രദേശത്തിൻ്റെ വിശ്വാസവും വികാരവും എല്ലാം ഈ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്നത്. ക്ഷേത്രം നന്നായാൽ, ക്ഷേത്രം പരിപാലിക്കുകയാണ് എങ്കിൽ ആ പ്രദേശത്ത് ഐശ്വര്യമുണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ നേരിട്ട് വന്ന് നമുക്ക് ഐശ്വര്യം തരുമെന്നുള്ളത് കൊണ്ടല്ല. ക്ഷേത്രവിശ്വാസവും ആരാധനയുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും ചിന്തയിലും ഉണ്ടാകുന്ന വിമലീകരണം കൊണ്ട് ആ പ്രദേശത്ത് ശാന്തിയും സമാധാനവും കളിയാടുകയും അവിടെ ധാരാളമായി ഐശ്വര്യമുണ്ടാവുകയും ചെയ്യുമെന്നർത്ഥം. ആ ചൈതന്യം ഇല്ലാതെ പോകുമ്പോഴോ നമ്മുടെ മോശപ്പെട്ട വാസനകൾ പുറത്തു വരികയും നമ്മൾ വ്യവഹാരങ്ങൾ, പിന്നെ വേണ്ടാത്ത പ്രവൃത്തികൾ, വിദ്വേഷം, വൈരം, വൈരാഗ്യം ഇതെല്ലാം വെച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രദേശത്തിൻ്റെ ഐശ്വര്യം പതുക്കെ കുറഞ്ഞു വരും. അങ്ങനെയാണ് ക്ഷേത്രാരാധന കൊണ്ടൊരു പ്രദേശം നന്നാവുന്നത്. അങ്ങനെയാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിമലീകരണം കൊണ്ടാണ്. അതുകൊണ്ട് കൂത്താട്ടുകുളത്തിൻ്റെ ഈ പ്രദേശത്ത് ഈ ക്ഷേത്ര നവീകരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഐശ്വര്യത്തിൻ്റെതായിട്ടുള്ള ഒരു സുപ്രഭാതത്തെപ്പറ്റി ഞാൻ ഓർമ്മിക്കാൻ കൂടിയാണ് അത് പറഞ്ഞത്. നാട്ടുകാരുടെ മുഴുവൻ സാന്നിധ്യവും മുഴുവൻ സഹകരണവും ഈ പ്രവൃത്തിക്ക് ഉണ്ടാകണമേ എന്ന് ഞാൻ ദേവസ്വം ബോർഡിന് വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഒരു ഹിന്ദുമത വിശ്വാസികളുടെ മാത്രമല്ല, എല്ലാ ഈശ്വര വിശ്വാസികളുടെയും സകല വിശ്വാസികളുടെയും കൂടി പിന്നെ ബന്ധം അല്ലെങ്കിൽ അവരുടെ സമർപ്പണം ഈ പരിപാടിക്ക് ഉണ്ടാകണം. കാരണം ഇതൊരു പ്രദേശത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഞാൻ ആകെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ക്ഷേത്രം അതിപുരാതനമായ ക്ഷേത്രമാണ് എന്ന് ഇവിടുത്തെ ആദ്യ സന്ദർശനത്തിൽ തന്നെ ഞാനിന്ന് ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നത്. ഇതാർക്കും മനസ്സിലാകും. ഇതിപ്പോഴെങ്കിലും നമുക്ക് പരിരക്ഷിക്കാൻ സാധിച്ചത് അനുഗ്രഹമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരുപാട് ദാരുശില്പങ്ങൾ, ഈ ദാരുശില്പങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അന്യം നിന്ന് പോകും, എല്ലാം പിന്നെ ജീർണിച്ചു പോകും. ഇവിടെ നല്ല ചുമർചിത്രങ്ങൾ ഉണ്ടായിരുന്നതായി അവിടെ നിന്ന് നമുക്ക് മനസ്സിലാകാം. പക്ഷേ ഏതോ കാലത്ത് ആരോ വൈറ്റ് വാഷ് ചെയ്ത് ഈ ചുമർചിത്രമൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ തിരിച്ചു ചെന്നതിന് ശേഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഗതി, ഈ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ള HLLൻ്റെ കോൺട്രാക്ടർ അവരുമായിട്ട് അടിയന്തരമായിട്ട് ബോർഡ് തലത്തിൽ തന്നെ ചർച്ച ചെയ്ത് ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾക്കും വിശദമായി ബോധ്യപ്പെടേണ്ടതുണ്ട്. എന്തെങ്കിലും മോഡേണായിട്ട് ഇവിടെ ചെയ്തിട്ട് കാര്യമില്ല. ഇതിൻ്റെ പാവനത്വം നിലനിർത്തിക്കൊണ്ട്, ഇതിൻ്റെ പൗരാണികത നിലനിർത്തിക്കൊണ്ട്, നമ്മുടെ കാലത്ത് പണ്ട് ഈ ക്ഷേത്രം എങ്ങനെ ഇരുന്നുവോ അതേപോലെ ഇതിനെ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ആ അത്ഭുതം ഇവിടെ നടക്കേണ്ടത്. അത് നടത്താൻ സാധിക്കും. കോൺസർവേഷൻ ആർക്കിടെക്ട്സ് ഉണ്ട്, അവരുടെ സേവനം കൂടി ഇത് വളരെ ആധുനികമാക്കുക എന്നുള്ളതല്ല, ഇതിൻ്റെ ഒരു പൗരാണികത നിലനിർത്തിക്കൊണ്ട്, അതിൻ്റെ വിശുദ്ധി നിലനിർത്തിക്കൊണ്ട്, ഇതിനകത്തിരിക്കുന്ന ചൈതന്യത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മുടെ മനസ്സും ഈ അവിടുത്തെ പ്രതിഷ്ഠയുമായിട്ടുള്ള ഒരു സംവേദനം, ഒരു ബന്ധം സ്ഥാപിക്കത്തക്ക രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാകട്ടെ. അതിനുള്ള ഏറ്റവും നല്ല ചുറ്റുപാടുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് 18 മാസമാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ മുമ്പ് അടുത്ത ചിങ്ങമാസത്തിലെങ്കിലും നമുക്കിത് ഇതുപോലൊരു ഇതിനേക്കാൾ ഗംഭീരമായൊരു ചടങ്ങിൽ, ഇതിനേക്കാൾ ആഹ്ലാദകരമായൊരു ചടങ്ങിൽ അടുത്ത ചിങ്ങമെന്നാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. 18 മാസം ആവുകയല്ല പോട്ടെ, എന്നാലും പിന്നെ അടുത്ത ചിങ്ങമാസത്തിൽ അല്ലാതെ എന്നാൽ തീരത്തില്ല. 18 ഒരിടത്ത് പറയുന്നു, 12 എന്ന് പറയും. ഞാനൊരു ബയോമീഡിയ എടുത്തിട്ടാണ് അടുത്ത ചിങ്ങമാസം 2027 ചിങ്ങമാസത്തിൽ നമുക്കിതിൻ്റെ സമർപ്പണം, ഭക്തർക്കായിട്ടുള്ള ഈ സമർപ്പണ പണിയെല്ലാം പൂർത്തിയാക്കി നടത്താൻ സാധിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് വേണ്ട നടപടികൾ ഉണ്ടാകും. ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഉപദേശക സമിതി കൂടെ ഞങ്ങളെ വിളിച്ച് എന്ത് വീൺവാക്കാണ് സാറേ അവിടെ വന്ന് പറഞ്ഞത് എന്ന് എന്നെ പരിഹസിക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന.
ഇയാൾ എന്താണ് മൈക്ക് കൂടെ വിളിച്ചു പറഞ്ഞിട്ട് പോയത് എന്ന് ഓർമ്മപ്പെടുത്തണം. കാരണം കൃത്യാന്തര ബാഹുല്യത്തിൽ ചിലപ്പം വിട്ടുപോകും കേട്ടോ. നല്ല ഉദ്ദേശമുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങ് താമസിച്ചു പോകും. പക്ഷേ ഓർമ്മിപ്പിക്കണം, ചിക്കൻ വിങ് എടുത്തു, 16 മാസം, ഇത്ര മാസമേ ഉള്ളൂ, 12 മാസമേ ഉള്ളൂ, 11 മാസമേ ഉള്ളൂ, കൗണ്ട് ഡൗൺ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ വർക്ക്, കാരണം ഈ വർക്ക് നീണ്ടു പോകും തോറും ഇതിൻ്റെ ചിലവ് കൂടും. ചിലവ് കൂടുമ്പോൾ കാശില്ലാണ്ടാവും, വർക്ക് പകുതിയായി അവിടെ നിൽക്കും. ഇതിനേക്കാൾ ബുദ്ധിമുട്ടായിപ്പോൾ. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ഒരു ടോപ്പ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ വർക്ക് മോണിറ്റർ ചെയ്യും. ചിങ്ങമാസത്തിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യുമ്പോൾ വീണ്ടും കാണാമെന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് മഹാദേവന്റെ ചൈതന്യം നമ്മളെല്ലാവരെയും ആക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഫലവത്താക്കാൻ അങ്ങ് ഈ അണ്ടകടാഹത്തെ നിയന്ത്രിക്കുന്ന പരമചൈതന്യത്തിന് അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ഞാൻ അനൂപ് ജേക്കബിനെ പറ്റി ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ ശരിയല്ല. കാരണം അനൂപ് ജേക്കബിനേക്കാളും എനിക്ക് അടുപ്പവും പരിചയവും അദ്ദേഹത്തിൻ്റെ പിതാവുമാണ്. കാരണം ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനും ഞാനും ഒരു കോളേജിൽ പഠിച്ചത്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന സമയം ഞാനൊന്ന് ഇത്തിരി രാഷ്ട്രീയം ഉണ്ടായിരുന്നുണ്ട്, പിന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല. അദ്ദേഹം വന്ന് കേരള സ്റ്റുഡൻറ് കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവ് മറ്റോ അന്നേ വലിയ നേതാവാണ് CM ജേക്കബ്. അങ്ങനെ ഞങ്ങൾ എന്നെക്കാൾ ഒരു വർഷം സീനിയറാണ് അദ്ദേഹം കോളേജിൽ. പിന്നെ അദ്ദേഹം മന്ത്രിയായി, ഞാൻ IAS പോയി. 3 വകുപ്പിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആ വകുപ്പിൻ്റെ സെക്രട്ടറി ആക്കിയിരിക്കാൻ അദ്ദേഹം എന്നെ ആദ്യം ഇവിടെ നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, അന്ന് ഗാന്ധിജി യൂണിവേഴ്സിറ്റി എന്നാണ് പറയുക, ഗാന്ധിജി യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ രജിസ്ട്രാറായി എന്നെ ഇങ്ങോട്ട് അയച്ചു. അന്ന് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ്. പിന്നീട് ഇറിഗേഷൻ വകുപ്പിൽ വന്നപ്പോൾ അവിടെയും എന്നെ കൊണ്ടുപോയി. പിന്നീട് സാംസ്കാരിക വകുപ്പിൽ വളരെ ദീർഘകാലം അദ്ദേഹവുമായിട്ട് ഞാൻ ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സാംസ്കാരിക മന്ത്രിമാരിൽ ഒരാളായിരുന്നു TM ജേക്കബ് എന്ന് പറയാതിരിക്കാൻ. അത് ഞങ്ങൾ സതീർത്ഥ്യരാണെങ്കിലും സെക്രട്ടറി മന്ത്രി എന്നുള്ള നിലയ്ക്ക് വളരെ എന്നാൽ കൃത്യവുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വളരെ ഭംഗിയായ വകുപ്പ് കൊണ്ടുപോകാൻ സാധിച്ചതിൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാഠവും കൂടി ഞാൻ ഓർക്കുകയാണ്. പിന്നെ വ്യക്തിബന്ധങ്ങളെ ഏറ്റവും കൂടുതൽ വിലമതിച്ചിരുന്നവരാണ്. അകാലത്തിൽ നമ്മളെ വിട്ടുപോയി അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അനൂപ് ജേക്കബിൻ്റെ സാന്നിധ്യം, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഞാനാണ് ചീഫ് സെക്രട്ടറി, ഞാനാണ് അദ്ദേഹത്തെ രാജ്ഭവനിൽ വിളിച്ച് കയറ്റുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യാൻ പ്രത്യേക സത്യപ്രതിജ്ഞയായിരുന്നല്ലോ, സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് അദ്ദേഹത്തെ വിളിച്ചു കയറ്റുന്നതൊക്കെ ഞാനായിരുന്നു അന്ന് ചീഫ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം TM ജേക്കബിൻ്റെ മകൻ മന്ത്രിയാകുമ്പോൾ ഞാൻ തന്നെ ആയിരിക്കണം ചീഫ് സെക്രട്ടറി എന്ന് മറ്റാരോ ഏതോ ശക്തികൾ നിരൂപിച്ചതുപോലെ എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ഈ ചടങ്ങിന് വളരെ വൈകാരിക പ്രാധാന്യം കൂടി ഞാൻ കൽപ്പിക്കുന്നു. പിന്നെ സ്വർഗസ്ഥനായിട്ടുള്ള TM ജേക്കബിനെ ഞാൻ ഇവിടെ വളരെ ഹൃദ്യതയോടുകൂടി സ്നേഹത്തോടുകൂടി ഓർത്തുകൊണ്ട് നമ്മളിവിടെ നിന്ന് പറഞ്ഞ വാക്കുകളൊന്നും ആകാതിരിക്കാനും അതെല്ലാം സാർത്ഥകമാകാനും ഭഗവത് ചൈതന്യം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.